വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ ക്യൂരിയോസിറ്റി എന്ന ബുക്കിലെ ചാപ്റ്റർ 2 ആണ്. ചാപ്റ്ററിൻ്റെ പേര് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്നാണ്. ജൈവലോകത്തിലെ വൈവിധ്യങ്ങൾ. ആ ജൈവലോകത്തിലെ വൈവിധ്യങ്ങളെ പറ്റിയാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ പാഠം തുടങ്ങുന്നത്, ഈ അധ്യായം തുടങ്ങുന്നത് ഒരു സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ്. നമുക്കതൊന്ന് വായിക്കാം. ഛായാമന്യസ്യ കുർവന്തി തിഷ്ടന്തി സ്വയമാതപേ ഫലാന്യപി പരാർത്ഥായ വൃക്ഷാ സത്പുരുഷായിവ എന്നാണ് ഈ കവിത പറയുന്നത്. ട്രീസ് സ്റ്റാൻഡ് ഇൻ ദ സൺ. വൃക്ഷങ്ങളെ അവ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഗീവ് ഷെയ്ഡ് ടു അതേഴ്സ്. അങ്ങനെ സ്വയം വെയിലേൽക്കുമ്പോഴും ദ ഗീവ് ഷെൽഡ് ടു അതേഴ്സ്. വൃക്ഷങ്ങളെ മറ്റുള്ളവർക്ക് തണലേകുന്നു. ദർ ഫ്രൂട്ട്സ് ആർ ഓൾസോ ഫോർ അതേഴ്സ്. അവയുടെ ഫലങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ലൈക്ക് വൈസ് അതുപോലെ ഗുഡ് പീപ്പിൾ ബെയർ ഓൾ ഹാർഡ്ഷിപ്സ്. സജ്ജനങ്ങൾ എപ്പോഴും കഷ്ടതകളൊക്കെ സഹിക്കും. ആൻഡ് ബ്രിങ് വെൽഫെയർ ടു അതേഴ്സ്. എന്നിട്ടോ മറ്റുള്ളവർക്ക് ക്ഷേമം കൊണ്ടുവരും. ആൻഡ് ബ്രിങ് വെൽഫെയർ ടു അതേഴ്സ്. ദേ ഗീവ് ടു അതേഴ്സ് വാട്ട് എവർ ദേ ഹാവ് ഏൺഡ്. അവർക്ക് ലഭിച്ചത് എന്താണോ അവയെല്ലാം തന്നെ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യും. ഇറ്റ്സ് എ വൈസ് ഷെയ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഇറ്റ് ഈസ് എ പ്ലസൻറ്റ് മോർണിംഗ് ആഫ്റ്റർ എസ്റ്റർഡേയ്സ് റിഫ്രഷിംഗ് റെയിൻ. തലേ ദിവസത്തെ റിഫ്രഷിംഗ് ആയിരിക്കുന്ന നല്ല ഉണർവേകുന്ന മഴയ്ക്ക് ശേഷം മോർണിംഗിൽ നല്ല പ്ലസൻറ്റ് മോർണിംഗ് ആയിരുന്നു. മിസ്റ്റർ രഘു ആൻഡ് മണിറാം ചാച്ച. രഘു മണിറാം ചാച്ചയും ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു സ്കൂൾ. അവരെ സ്കൂളിലേക്ക് ആരോ ക്ഷണിച്ചിട്ടുണ്ട്. ആരോ ക്ഷണിച്ചത്? ബൈ ദ സയൻസ് ടീച്ചർ. സയൻസ് ടീച്ചറാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സയൻസ് ടീച്ചറിൻ്റെ പേരെന്താണ്? മാഡം സുലേഖ. മാഡം സുലേഖയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തിനാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ടു ഫെസിലിറ്റേറ്റ് ആൻ എക്സൈറ്റിംഗ് നേച്ചർ വാക്ക്. രസകരമായൊരു നേച്ചർ വാക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ്, തുടങ്ങാനാണ് ഇവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഡോക്ടർ രഘു ഈസ് എ സയൻറ്റിസ്റ്റ് അറ്റ് ദ നിയർ ബൈ റിസർച്ച് ലാബറട്ടറി. അടുത്തുള്ള റിസർച്ച് ലാബറട്ടറിയിലെ സയൻറ്റിസ്റ്റാണ് ഡോക്ടർ രഘു. ആൻഡ് മണിറാം ചാച്ച ഈസ് ആൻ എൽഡർലി പേഴ്സൺ ഫ്രം ദി നിയർ ബൈ കമ്മ്യൂണിറ്റി. അടുത്തുള്ള പ്രദേശത്തെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു പ്രായം ചെന്ന ആളാണ്, എൽഡർലി മാനാണ് ഈ മണിറാം ചാച്ച. മണിറാം ചാച്ച ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ മിമിക്കിംഗ് ബേർഡ് കോൾസ്. മണിറാം ചാച്ചയ്ക്ക് പ്രത്യേകതയുണ്ട്. അദ്ദേഹം ബേർഡ്സ് കോൾസ് മിമിക് ചെയ്യും. പക്ഷിയുടെ കൂജനങ്ങളൊക്കെ മിമിക് ചെയ്യും, അതുപോലെ അനുകരിക്കും. ഈസ് ഓൾസോ ബ്രില്യൻ്റ് അറ്റ് ഐഡൻറ്റിഫൈയിങ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളാർന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിവുണ്ട്. ടു പ്രിപ്പയർ ദെൻ ഫോർ ദ നേച്ചർ വാക്ക്. അപ്പോൾ ഈ നേച്ചർ വാക്കിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ രഘു ഇൻഫോംസ് ദ സ്റ്റുഡൻസ്. കുട്ടികളോട് ഡോക്ടർ രഘു പറഞ്ഞു ദാറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് വാക്ക് ഈസ് ടു എക്സ്പീരിയൻസ് ദ ബ്യൂട്ടി ആൻഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. ഇപ്പോൾ നമ്മൾ പോകുന്ന എന്തിനു വേണ്ടിയാണ്? ടു എക്സ്പീരിയൻസ് ദ ബ്യൂട്ടി ആൻഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും സൗന്ദര്യവും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോവുക. ദ സ്റ്റുഡൻസ് ആർ എക്സൈറ്റഡ് ടു ജോയിൻ ദം. കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായി ജോയിൻ ചെയ്യാനായിട്ട്. ദേ ആർ ക്യൂരിയസ് ടു ഇൻറ്ററാക്ട് ആൻഡ് ലേൺ ഫ്രം ദം. അത് അവർ ഈ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ വളരെ സന്തോഷമായിരുന്നു അവർക്ക്. ടീച്ചർ അഡ്വൈസസ് ദ സ്റ്റുഡൻസ് ടു ക്യാരി എ നോട്ട് ബുക്ക്. ടീച്ചർ പറഞ്ഞു കയ്യും വീശി പോരണ്ട, ഓരോ ബുക്ക് കൂടി എടുത്തു, പേന വേണം, ആൻഡ് വാട്ടർ ബോട്ടിലും വേണം. ആസ് ദേ വോക്ക്, അവർ നടക്കുമ്പോഴേ ദേ ബിഗിൻ എക്സ്പ്ലോറിങ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പോകുന്ന വഴിക്കുള്ള പ്ലാന്റ്സും ആനിമൽസിനെയൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്തു, അവർ നോക്കി കണ്ടു. ഡോക്ടർ രഘു അഡ്വൈസസ് ദ സ്റ്റുഡൻസ് ടു നോട്ടീസ് ദ വെറൈറ്റി ഓഫ് സ്മെൽസ് ഇൻ ദ പാർക്ക്. പാർക്കിൽ ചെന്നപ്പം വൈവിധ്യമാർന്ന സുഗന്ധങ്ങളുണ്ട്, അതൊക്കെ തിരിച്ചറിയാൻ പറഞ്ഞു. മുല്ലപ്പൂവിൻ്റെ മണം കാണും, ചെമ്പകത്ത് പൂവിൻ്റെ മണം കാണും, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ആൻഡ് എംഫസൈസസ്, അദ്ദേഹം എടുത്തു പറഞ്ഞു എന്താണ്? റെസ്പെക്റ്റിംഗ് ഓൾ ലിവിങ് ക്രീച്ചേഴ്സ് ആൻഡ് ഒബ്സർവിങ് ദം. അവയെ ഒബ്സർവ് ചെയ്യുമ്പോഴേ അവയോട് ബഹുമാനമാണ്, അല്ലാതെ തല്ലി ഓടിച്ചുകൊണ്ടാകരുത്. വിത്തൗട്ട് ഡിസ്റ്റർബിങ്, അവയെ ശല്യം ചെയ്യില്ല. മണിറാം ചാച്ച ടെൽസ് ദ സ്റ്റുഡൻസ് നോട്ട് ഓൺലി ഒബ്സർവ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും നോക്കി മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ബട്ട് ഓൾസോ ടു കെയർഫുള്ളി ലിസൺ ടു ദ ഡിഫറെൻറ്റ് സൗണ്ട്സ്. പലതരം സൗണ്ടുകൾ ഇവിടുന്ന് വരുന്നുണ്ട്, പക്ഷികളുടെ കടച്ചിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സ്റ്റുഡൻസ് കം അക്രോസ് എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്.
കുട്ടികൾക്ക് അനേകം പ്ലാന്റ്സിനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റി, ഇൻക്ലൂഡിങ് ഗ്രാസസ്, തൃണവർഗത്തിൽപ്പെട്ടവയെ, ബുഷസ്, കുറ്റിച്ചെടികൾ, ആൻഡ് ലാർജ് ട്രീസ്, വലിയ മരങ്ങൾ. അപ്പോൾ അവർ ഓരോന്നിൻ്റെയും പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ദേ ഓൾസോ ഒബ്സർവ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ് സിറ്റിംഗ് ഓൺ ദി ബ്രാഞ്ചസ് ഓഫ് ദി ട്രീസ്. വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിലിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പക്ഷികളെ അവർ കണ്ടു. ബട്ടർഫ്ലൈസിനെ കണ്ടു. ബട്ടർഫ്ലൈസ് മൂവിങ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ, ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറന്നു പോകുന്ന ബട്ടർഫ്ലൈസിനെ കണ്ടു. ആൻഡ് മങ്കീസ് ജമ്പിങ് ഫ്രം വൺ ട്രീ ടു അനദർ, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കുതിച്ചു പോകുന്ന കുരങ്ങുകളെയും കണ്ടു. ദേ റെക്കോർഡ് ദർ ഒബ്സർവേഷൻസ് ഇൻ ദർ നോട്ട്ബുക്ക്, അവരവരുടെ നോട്ട്ബുക്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്തു, എന്തൊക്കെ കണ്ടോ അതൊക്കെ എഴുതി. ആൻഡ് ഡിസ്കസ് ദം വിത്ത് ഡോക്ടർ രഘു ആൻഡ് ബണിറാം ചാച്ച, അവർ ബണിറാം ചാച്ചയോടും ഡോക്ടറോട് ഇതേപ്പറ്റി സംസാരിച്ചു, ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നടന്നു നോക്കാം. സ്റ്റുഡൻസ് ക്യാൻ ഹിയർ ദ ചാർപ്പിംഗ് ഓഫ് ദി ബേർഡ്സ്, പക്ഷികളുടെ കൂജനങ്ങളും ചിലക്കിലും ഒക്കെ കേൾക്കുന്നുണ്ട്. ഡോക്ടർ രഘു ഇൻഫോംസ് ദം ദാറ്റ്, ഡോക്ടർ രഘു അവരോട് പറഞ്ഞു, ദറ്റ് ഈച്ച് ബേർഡ് ഹാസ് എ യുണീക്ക് ചാർപ്പ്, ഓരോ പക്ഷിക്കും അതാതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ചിലക്കലുണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ നേച്ചർ, അത് പ്രകൃതിയിലെ വൈവിധ്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. ഡോക്ടർ രഘു റിക്വസ്റ്റ് ദ ബണിറാം ചാച്ച ടു മിമിക് കോൾസ് ഓഫ് സം ബേർഡ്സ്, ഡോക്ടർ രഘു പറഞ്ഞു ഓരോ പക്ഷിയുടെ പേര് പറഞ്ഞ് ഇതിൽ നിന്ന് മിമിക്ക് ചെയ്യാമോ, അതിൻ്റെ കോൾസ് ഒന്ന് മിമിക്ക് ചെയ്യാൻ പറഞ്ഞു. ബണിറാം ചാച്ച മിമിക്സ് ഡിഫറെൻറ്റ് ബേർഡ്സ് കോൾസ്, പക്ഷികളുടെ കൂജനങ്ങളൊക്കെ ഒന്ന് അവയുടെ ചിലക്കലൊക്കെ ഒന്ന് അദ്ദേഹം മിമിക്ക് ചെയ്ത് കേൾപ്പിച്ചു. ദ സ്റ്റുഡൻസ് എന്തൂസിയാസ്റ്റിക്കലി സ്റ്റാർട്ട് കോപ്പിയിങ് ദം, കുട്ടികളാണെങ്കിൽ അതിനൊത്ത് അവരും ഒന്ന് മിമിക്ക് ചെയ്യാൻ നോക്കി. എന്തൂസിയാസ്റ്റിക്കലി ജിജ്ഞാസയോടെ സ്റ്റാർട്ട് കോപ്പിയിങ് ദം, അതൊക്കെ ഒന്ന് കോപ്പി ചെയ്യാൻ നോക്കി. ഹാവ് യു എവർ ഒബ്സർവ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് യു, നിങ്ങളുടെ ചുറ്റുമുള്ള ആനിമൽസിനെയും അതുപോലെ പ്ലാന്റ്സിനെയും ഒക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഷെയർ ആൻഡ് ഡിസ്കസ് യുവർ ഒബ്സർവേഷൻസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചർ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.